ലിജോ, ഈ പ്രദേശം എങ്ങനെയുള്ളതാണ്? ഒരു പാടത്തു കൂടിയാണോ ഈ റോഡ് കടന്നു പോകുന്നത്? അതോടൊപ്പം തന്നെ ഈ ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടിയതാണ് അപകട കാരണമെന്ന് പറയുന്നുണ്ടല്ലോ, അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? നൗഫൽ, ഈ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന്, അതായത് ആ ദൂരെ നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് കൊട്ടിയം ഭാഗത്ത് നിന്നുമുള്ളതാണ്. അവിടെ നിന്നും ചെറിയ രീതിയിലാണ് ഈ പാലം, അതായത് ഈ ദേശീയപാതയ്ക്ക് വേണ്ടിയുള്ള പാലം നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. വശങ്ങളിൽ കോൺക്രീറ്റ് പാളികൾ അടുക്കിക്കൊണ്ടാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. താഴേക്ക് വരുന്ന സമയത്ത് ഏകദേശം 10 ലെയറോളം ഉയരത്തിൽ ഈ പാളികൾ അടുക്കേണ്ടുന്ന ഒരവസ്ഥയും, ഈ അതിനുശേഷം വരുന്ന ഈ ഭാഗത്താണ് ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ഈ ഭാഗമാണ് ഈ പറയുന്ന ജപ്പാൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട ഈ അപകടമുണ്ടായി എന്ന് പറയുന്ന ഭാഗം. മാത്രമല്ല, നൗഫൽ ചോദിച്ചതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം എന്ന് പറയുന്നത് വയൽ ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ്. പണ്ട് മുതലേ വയൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. 2 സ്ഥലത്തേക്കും ഇതുവഴി ചെറിയ രീതിയിലുള്ള ഒരു ചാനൽ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ആ ഭാഗമെല്ലാം ഇപ്പോൾ മണ്ണൊക്കെ വീണ് കിടക്കുകയും ചെയ്യുന്നുണ്ട്. അവിടുത്തെ സ്ലാബുകൾ ഉൾപ്പെടെയുള്ളവയെല്ലാം പൊട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ തന്നെ അപ്പോൾ നേരത്തെ മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നടത്തിയോ എന്നുള്ള ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. കാര്യം ബലപരിശോധന എത്രത്തോളം ഭാരം ഇതിന് താങ്ങാൻ കഴിയുമെന്നുൾപ്പെടെയുള്ള പരിശോധനകൾ കൃത്യമായി നടത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉയരുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗം നൗഫൽ പറഞ്ഞതുപോലെ തന്നെ വയൽ നിറഞ്ഞ ചതുപ്പായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അതിലാണ് ഇത്രത്തോളം ഒരു 30 മീറ്ററോളം ഉയരത്തിൽ ഒരു ഈ പാലം പണിയുന്നത്. അതിനുശേഷം ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ, അശാസ്ത്രീയമാണെന്ന് പറഞ്ഞുള്ള പരാതികൾ വകവയ്ക്കാതെ നിർമ്മാണം നടത്തുകയും അതിപ്പോൾ ഒരു അപകടത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു. ആളുകൾക്കാർക്കും ഒരുപക്ഷെ ഈ ഇത്തരത്തിൽ ഇങ്ങനെ, അതായത് ഈ ബെൽറ്റൊക്കെ ഇട്ടാണ് ഇതിന്റെ ഓരോ പാളിയും പിടിച്ചു നിർത്തുന്നത്. ആ അത്തരത്തിൽ ബെൽറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഭാഗം അകത്തേക്ക് തള്ളിപ്പോയത് എന്ന് പറയുന്നത്. പുറത്തേക്ക് തള്ളിയിരുന്നെങ്കിൽ അതൊരു വലിയ ഒരു അപകടത്തിലേക്കും വലിയൊരു ദുരന്തത്തിലേക്കും വഴിവെക്കുമായിരുന്നു. പക്ഷേ വലിയ ദുരന്തത്തിൽ നിന്ന് ആളുകൾ രക്ഷപ്പെട്ടത്. കാരണം സ്കൂൾ ബസ് അടക്കമാണ് ആ സർവീസ് റോഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ആ ഇടിഞ്ഞു വീണത് വളരെ പെട്ടെന്നായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വലിയ ദുരന്തമാണ് അവിടെ ഉണ്ടാകുമായിരുന്നത്. പക്ഷേ അത് ഭാഗ്യവശാൽ ഇല്ലാതായിരിക്കുന്നു. ഏതായാലും ഇതിൽ കൃത്യമായ അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത് എന്നുള്ള കാര്യം ഉറപ്പാണ്. ദേശീയപാത തകർന്നതിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. NHAI അധികൃതരിൽ നിന്ന് വിശദീകരണം തേടി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി.